എല്ലാവർക്കും സിന്തസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കുക്കുംബറും മിൻറ്റും അതുപോലെ തന്നെ ആൽമണ്ട് ഗമ്മൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ചൂട് കാലത്തുള്ള ക്ഷീണം മാറ്റുന്നതിനും അതുപോലെ തന്നെ ദാഹം മാറ്റുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുക്കുംബർ മിൻറ്റ് ജ്യൂസ്. പ്രത്യേകിച്ചും ഈ ഒരു ജ്യൂസിൽ നമ്മൾ അറബിക് ഗം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈബർ കണ്ടന്റും ഗട്ട് ഹെൽത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ സമ്മർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണെന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അറബിക് ഗം എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു അറബിക് ഗം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോണിൽ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ 4 പീസ് അറബിക് ഗമ്മാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഓവർനൈറ്റ് ആണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ജെല്ലി രൂപത്തിലായിട്ടാണ് കിട്ടുന്നത്. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷുഗറുകാർക്കും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു അറബിക് ഗമ്മ്. പ്രത്യേകിച്ച് ഗട്ട് ഹെൽത്തിനെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജെൽ രൂപത്തിലുള്ള ഈ അറബിക് ഗമ്മ്. അങ്ങനത്തെ നമ്മുടെ അറബിക് ഗമ്മ് അഥവാ ആൽമണ്ട് ഗമ്മൊക്കെ നന്നായി സോക്കായോ എന്നുള്ളത് നോക്കാം. ഇത് നല്ല ജെല്ല് പോലെ ഇതാണ്ടോ, ഒരു പാത്രം നിറയെ ജെല്ലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ ഈ ജ്യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബർ, അതുപോലെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്, അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതെല്ലാം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കുക്കുംബറും മിൻറ്റ് ലീവ്സൊക്കെ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം കുക്കുംബറും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സുമാണ് കഴുകിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് സബ്ജ സീഡാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ കുക്കുംബറിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ തൊലിയൊന്നും കളയുന്നില്ല. തൊലിയോട് കൂടി തന്നെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനത് കുക്കുംബറെല്ലാം ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 പിടി പുതിനയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പുതിനയിലയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും ആണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ അരമുറി ചെറുനാരങ്ങാനീരാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കുകയാണെങ്കിൽ 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് വരെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഐസ് ക്യൂബാണ്. പിന്നെ നമ്മൾ തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. എന്താ നമ്മുടെ ജ്യൂസൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ല അരിക്കാതെ വേണമെങ്കിലും ജ്യൂസായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് അരിച്ച ശേഷമാണ് എടുക്കുന്നത്. ജ്യൂസെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം. അതിന് സ്ട്രെയിനറിലൂടെ നന്നായി ഒന്ന് അരിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണി ചേർക്കാം. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പകരം അല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് കുടിച്ചാൽ മതി. അങ്ങനെ ഹണിയും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അറബിക് ഗമ്മാണ്. അപ്പോൾ ഈ ഒരു ജെല്ലിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉള്ളതല്ല. ഇതുപോലെ ജ്യൂസിലൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.
ഇതൊരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഈ കുക്കുംബർ മിൻറ്റ് ജ്യൂസ്. പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് ക്ഷീണം മാറ്റുന്നതിനും അതുപോലെ തന്നെ ദാഹം മാറ്റുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ അറബിക് ഗം ചേർത്തുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ആവുന്നതിനും കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ആവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക്. കുക്കുംബറിൻ്റെ ഒരു സ്ലൈസ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മിൻറ്റ് ലീവ്സും വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.